ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്ററാണ്. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് സോഷ്യൽ സയൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഓർഡർ വൈസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പാർട്ട് 1 അതിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഓഷ്യൻ മുതലാണ്. ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു കൺട്രിക്ക് ശേഷം ഒരു പേര് കൊടുത്തിട്ടുള്ള അല്ലേ. ദിസ് ഈസ് ദ 3rd ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. ഓഷ്യനിൽ 3ാം സ്ഥാനത്തുള്ളതാണ്. ഫൈൻഡ് ദ കോണ്ടിനെൻറ്റ്സ് ലൈങ് ക്ലോസ് ടു ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെ അവിടെ വരുന്ന കോണ്ടിനെൻറ്റ്സ് ഏഷ്യ, ഓസ്ട്രേലിയ, അതുപോലെ ആഫ്രിക്ക. ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് ദ അറേബ്യൻ സീ ആർ പാർട്സ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ് ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും. ജാവ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഇൻ ദിസ് ഓഷ്യൻ. അവിടെ ലൈൻ വരയ്ക്കുക കേട്ടോ. ഡീപ്പസ്റ്റ് പാർട്ട് ജാവ ട്രെഞ്ച് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക ആർ ദ മേജർ ഐലൻഡ്സ് ഇൻ ദിസ് ഓഷ്യൻ. ഈ ഓഷ്യനിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഐലൻഡ്സ് അവിടെ ലൈൻ വരയ്ക്കുക. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, മാൽദീവ്സ്, അതുപോലെ തന്നെ ശ്രീലങ്ക. ദ മലാക്ക സ്ട്രേറ്റ് കണക്ട്സ് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ പസഫിക് ഓഷ്യൻ. മലാക്ക സ്ട്രേറ്റ് ആണ് ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദ കൺട്രീസ് ദാറ്റ് ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ യൂസിങ് ആൻ അറ്റ്ലസ് ഓർ എ ഗ്ലോബ്. ഒരു അറ്റ്ലസോ ഗ്ലോബോ യൂസ് ചെയ്തിട്ട് ഏതൊക്കെ കൺട്രീസാണ് ഇന്ത്യൻ ഓഷ്യന് ഷെയർ ചെയ്യുന്നതെന്ന് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നതെന്ന് നോക്കാൻ. ദ സദേൺ ഓഷ്യൻ. ഫൈൻഡ് ദ ഓഷ്യൻ ദാറ്റ് സറൗണ്ട്സ് അന്റാർട്ടിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ് ഓർ ആൻ അറ്റ്ലസ്. ഒരു അറ്റ്ലസ് ഉപയോഗിച്ചിട്ട് അന്റാർട്ടിക്കയുടെ ചുറ്റും വരുന്ന ഓഷ്യൻ ഏതാണെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ അടിയിലുണ്ട്. ദ സദേൺ ഓഷ്യൻ സറൗണ്ട്സ് അന്റാർട്ടിക്ക ടു ഓൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. സദേൺ ഓഷ്യൻ ആണ് അന്റാർട്ടിക്കനെ കവർ ചെയ്യുന്നത്. ദിസ് ഓഷ്യൻ ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് ഓൾ ദ ഓഷ്യൻ എക്സെപ്റ്റ് ദ ആർട്ടിക് ഓഷ്യൻ. ഒരുവിധം എല്ലാ ഓഷ്യനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്നൊഴിച്ച് ആർട്ടിക് ഓഷ്യൻ. ദ സദേൺ ഓഷ്യൻ ഈസ് ദ 4th ഇൻ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു ഇറ്റ് സൈസ്. അപ്പോൾ ഈ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സദേൺ ഓഷ്യൻ്റെ വരുന്നത് 4th ആണ്. ഡൊളമാൻ ആൻഡ് ഹേർഡ് ആർ സം ഓഫ് ദ ഐലൻഡ്സ് ഇൻ ദിസ് ഓഷ്യൻ. അവിടെ ലൈൻ വരയ്ക്കുക. ദ ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സൗത്ത് സാൻഡ്വിച്ച് ട്രഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ഓഷ്യൻ. അടുത്ത് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച് ട്രഞ്ച്. അവിടെയും വരയ്ക്കുക. ദി ആർട്ടിക് ഓഷ്യൻ ആണ്. ദി ആർട്ടിക് ഓഷ്യൻ ഈസ് സിറ്റുവേറ്റഡ് മോസ്റ്റ്ലി വിത്തിൻ ദ ആർട്ടിക് സൈക്കിൾ. ആർട്ടിക് ഓഷ്യൻ എവിടെയാണ്? ആർട്ടിക് സർക്കിളിൻ്റെ അടുത്താണ് കേട്ടോ. ദ നോർത്ത് പോൾ ഈസ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷ്യൻ. ഏറ്റവും ചെറിയതും അതുപോലെ തന്നെ ഷാലോവസ്റ്റ് ആയിട്ടുള്ള ഓഷ്യനാണ് ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ദിസ് ഏരിയ ഈസ് മോസ്റ്റ്ലി ഫ്രോസൺ ത്രൂ ഔട്ട് ദി ഇയർ. ദിസ് ഏരിയ ഈസ് മോസ്റ്റ്ലി ഫ്രോസൺ ത്രൂ ഔട്ട് ദി ഇയർ. മോസ്റ്റ് ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കാറുള്ളത് കേട്ടോ ഒരു വർഷം. ദ മോളോ ഡീപ്പ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ഓഷ്യൻ. മോളോ ഡീപ്പാണ് ഇതാ ഡീപ്പസ്റ്റ് പോയിൻ്റ് അടിയിൽ ലൈൻ വരയ്ക്കുക. മോളോ ഡീപ്പാണ്. ദ ആർട്ടിക് ഓഷ്യൻ ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ആർട്ടിക് ഓഷ്യൻ്റെ നോർത്തേൺ മോസ്റ്റ് ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഏഷ്യയുടെ, യൂറോപ്പിൻ്റെ, അതുപോലെ നോർത്ത് അമേരിക്കയുടെ നോർത്തേൺ മോസ്റ്റ് ബോർഡറാണ്. അപ്പോൾ സദേൺ ഓഷ്യൻ 4th പൊസിഷനിൽ, ആർട്ടിക് ഓഷ്യൻ 5th, പസഫിക് 1st, അറ്റ്ലാന്റിക് 2nd, ഇന്ത്യൻ ഓഷ്യൻ വരുന്നത് 3rd. നമ്മൾ പൊസിഷൻ പറഞ്ഞു. അപ്പം നമ്മൾ സദേൺ ഓഷ്യൻ്റെ ഡീപ്പസ്റ്റ് പോയിന്റ് വരുന്നത് എവിടെയാണ്? നമുക്ക് സദേൺ ഓഷ്യൻ തന്നെ വായിച്ചു നോക്കാം കേട്ടോ. സദേൺ ഓഷ്യൻ്റെ ഡീപ്പസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സൗത്ത് സാൻഡ്വിച്ച് ട്രഞ്ച്. അപ്പോൾ ഫാക്ടോറിയൻ ഡീപ്പാണ് കേട്ടോ. ഫാക്ടോറിയൻ ഡീപ്പാണ് സദേൺ ഓഷ്യൻ്റെ. ആർട്ടിക് ഓഷ്യൻ്റെ ഡീപ്പസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് ഇവിടെ തന്നെയുണ്ട് കേട്ടോ സ്പെല്ലിങ്, മോളോ ഡീപ്പ്. അതുകൊണ്ടാണ് ഞാൻ ലൈൻ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞത്. പസഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഇന്ത്യൻ ഓഷ്യൻ്റെയും നേരത്തെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മേജർ ഐലൻഡ്സ്, സദേൺ ഓഷ്യനിൽ വരുന്ന മേജർ ഐലൻഡ്സ് ഏതാണ്? ഡൊളമാൻ ആൻഡ് ഹേർഡ്. അതുപോലെ തന്നെ ആർട്ടിക് ഓഷ്യനിൽ വരുന്ന ഇല്ല. പസഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഇന്ത്യൻ ഓഷ്യൻ്റെയും നമ്മൾ നേരത്തെ എഴുതിയതാണ്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അടുത്തത് ഓഷ്യൻ ആൻഡ് മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ. ഹാവ് യു എ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് സാൻഡ് ആൻഡ് ആൻ എൻഡ്ലെസ് സീ ദാറ്റ് സ്പ്രെഡ്സ് ബിയോണ്ട് ദ ഹൊറിസൺ.
seagulls and eagles flying in circles, canoes and boats sailing along the waves, waves that touch the shore one after the other. Sometimes they would caress my feet singing a lullaby. At times they would dash on the shore. A naughty wave made me wet. Thus I tasted seawater for the first time in life. How salty the seawater. അപ്പോൾ സീവാട്ടറിന് ഉപ്പ് രസമാണെന്നാണ് പറയുന്നത്. ഹാവ് യു റീഡ് ദ നോട്ട് ബൈ ദിയ ഫ്രം ഇടുക്കി who saw the sea for the first time when she went to a beach as a part of study tour. Have you seen waves? നിങ്ങൾ കടൽ തിരമാലകൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ആർ വേവ്സ്? അങ്ങനെയാണെങ്കിൽ എന്താണ് വേവ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേവ്സ് ആർ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദി ഓഷ്യൻ. ഓഷ്യൻ്റെ സർഫസിൽ നമ്മുടെ വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, വേവ്സ് എന്ന് പറയുന്നത്. ദ എനർജി ഫ്ലോ ജനറേറ്റഡ് ബൈ ദ വിൻഡ് ക്രിയേറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺസ് ഓൺ ദ സർഫസ് ഓഫ് ദി സീ. എനർജി ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? വിൻഡ്. അതാണ് ഈ മേലേക്കും താഴേക്കും പോകുന്നത്. വേവ്സ് ആർ യൂഷ്വലി ഫോംഡ് വെൻ ദ വിൻഡ് ബ്ലോസ് ഓവർ ദ സർഫസ് ഓഫ് ദി വാട്ടർ. എപ്പോഴാണ് ഉണ്ടാവുന്നത്? വാട്ടറിൻ്റെ മേലെ കടൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ മേലെ നമ്മുടെ ഈ കാറ്റ് വീശുമ്പോൾ കേട്ടോ. ദീസ് കണ്ടിന്യൂസ് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ ഓഷ്യൻ വാട്ടർ ആർ കോൾഡ് വേവ്സ്. ഈ ഓഷ്യൻ്റെ നമ്മളെന്താ വെള്ളം മേലേക്കും വരുന്നുണ്ട്, അടിയിലേക്കും പോകുന്നുണ്ട് അല്ലേ, അതിനെയാണ് നമ്മുടെ ഈ വേവ്സ് എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ദ വേവ്സ് ഇൻക്രീസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദി വിൻഡ്. കാറ്റിൻ്റെ സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ വേവ്സിൻ്റെ സൈസും എന്ത് ചെയ്യും? കൂടും. ഇൻ അഡീഷൻ ടു ദ വേവ്സ്, ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ഹൈ ടൈഡ്സ്, ലോ ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറൻസ്. ഈ മൂവ്മെൻറ്റ്സ് കൂടെ അല്ലാണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഹൈ ടൈഡ്സ് ഉണ്ട്, ലോ ടൈഡ്സ് ഉണ്ട്, ഓഷ്യൻ കറൻസ് ഉണ്ട്. ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ആർ ഫിനോമിനൻ ഓഫ് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് സീ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. ഹൈ ടൈഡ്സും ലോ ടൈഡ്സും എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഉയർന്നു വരുന്നതും അതുപോലെ താഴ്ന്നു വരുന്നതും, അതായത് നമ്മുടെ സീ ലെവലിൻ്റെ അല്ലേ. ഹൈ ടൈഡ് ആണെങ്കിൽ നല്ല തിരമാല നല്ല മേലേക്ക് പൊന്തി വരും, ലോ ടൈഡ് ആണെങ്കിൽ കുറഞ്ഞു വരും. ദ റൈസ് ഇൻ ദ സീ ലെവൽ ഈസ് കോൾഡ് എ ഹൈ ടൈഡ് ആൻഡ് ഫാൾ ഈസ് കോൾഡ് ലോ ടൈഡ്. ഹൈ ടൈഡ് എന്താ, ലോ ടൈഡ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇമാജിൻ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ദ ഓഷ്യൻ ലൈക്ക് റിവേഴ്സ്. വാട്ടർ ഇൻ ദ ഓഷ്യൻ ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഫോർ സെവറൽ കിലോമീറ്റേഴ്സ്. ഓഷ്യൻ കറൻറ്റ് ഈസ് എ phenomenon by which water flows through the ocean in a fixed direction through a fixed path. ഓഷ്യൻ കറൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ ഒഴുകുന്നതാണ് ഒരു ഫിക്സഡ് പാത്തിൽ കൂടെ, ഒരു ഫിക്സഡ് ഡയറക്ഷനിൽ. സച്ച് കറൻറ്റ്സ് ആർ ദർ ഇൻ ഓൾ ദ ഓഷ്യൻസ്. അടുത്തത് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് എന്താണെന്ന് നോക്കാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി സൺ ആൻഡ് ദ മൂൺ ആൻഡ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റിസൾട്ട് ഇൻ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സീ ലെവൽ ദാറ്റ് ആർ കോൾഡ് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. നമ്മുടെ ഈ കടലിൻ്റെ തിരമാല നല്ല ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹൈ ടൈഡ് എന്ന് പറയും. അത് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെന്ത് പറയും? ലോ ടൈഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്? സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ മൂണിൻ്റെ, അതുപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇതെല്ലാമാണ് കാരണങ്ങൾ കേട്ടോ. ഓക്കെ. ഹൈ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി എർത്ത്. ഹൈ ടൈഡ്സ് എല്ലാം ഉണ്ടാക്കുന്നത് ഒരു ഫോഴ്സ് കൊണ്ടാണ്. ഹൈ ടൈഡ്സ് ഉണ്ടാക്കുന്നത് ഫോഴ്സ് കൊണ്ടാണ്. ഹൈ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദി gravitational force on the sides of the earth that the faces the moon and due to centrifugal force on the opposite side at the same time. Low tides are experienced on on the other parts of the earth at this time. അപ്പോൾ വേറൊരു പാർട്ടിൽ ഉണ്ടാവുന്നതാണ് എന്ത്? ലോ ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഹൈ ടൈഡ് എന്ന് പറയുന്നത് നമ്മുടെ തിരമാലകൾ നല്ല രീതിയിൽ വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതിന് സണ്ണിൻ്റെ, മൂണിൻ്റെ, അതുപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റിസൾട്ട് ഇൻ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ സീ ലെവൽ. അപ്പോൾ ഇതിനുണ്ടാവുന്ന കാരണം ഹൈ ടൈഡിനും ലോ ടൈഡിനും. അപ്പോൾ ഹൈ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് ദി എർത്ത്. ഹൈ ടൈഡ്സ് ഉണ്ടാവുന്നത് എന്താണ്?
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ദാറ്റ് ഫേസസ് ദ മൂൺ ആൻഡ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് അറ്റ് ദ സെയിം ടൈം ലോ ടൈഡ്സ് ആർ എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ ഉണ്ടാവുന്നതാണ് എന്ത് ലോ ടൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ഓഷ്യൻ കറൻസ് ആണ്. ഓഷ്യൻ കറൻസ് ആർ ഫിനോമിനൻ ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ എ ഫിക്സഡ് ചാനൽ കണ്ടിന്യൂസ്ലി. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ചാനലിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥ. ഫാക്ടേഴ്സ് സച്ച് ആസ് വിൻഡ്, വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ ആൻഡ് salinity of the ocean and the rotation of the earth are some of the reason that influence ocean currents. അപ്പോൾ അത് ഓഷ്യൻ കറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് കാറ്റാണ്, അതുപോലെ നമ്മൾ ടെമ്പറേച്ചറിൽ വരുന്ന വ്യതിയാനങ്ങളാണ്, അതുപോലെ എർത്ത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ, എർത്തിൽ വരുന്ന റൊട്ടേഷൻസ് ആണ്. സോ ഓഷ്യൻ മൂവ്മെൻറ്റ്സ് ഫസ്റ്റത്തെ ഡാഷിൻ്റെ അവിടെ നമുക്ക് എന്താ വേവ്സ് ആണ് കേട്ടോ വരിക. മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദി ഓഷ്യൻ. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. സോ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ആർ ഫിനോമിന ഓഫ് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് സീ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ് എന്ന് നമുക്ക് എഴുതാം. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. മൂന്നാമത്തേൻ്റെ ഹെഡിങ് ഓഷ്യൻ കറൻസ് ആണ്. ഈ ബോക്സിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഓഷ്യൻ കറൻസ് ആർ ഫിനോമിനൻ ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ എ ഫിക്സഡ് ചാനൽ കണ്ടിന്യൂസ്ലി. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി കേട്ടോ. Do have read Diya's experience of tasting seawater, haven't you? Do you know why seawater is salty? എന്തുകൊണ്ടാണ് seawater ഇത്ര ഉപ്പുള്ളതെന്ന്? Mineral salts are dissolved in water from all sources, but the amount of salts in seawater is comparatively high. seawaterലുള്ള salt എന്ന് പറയുന്നത് എന്താണ്? comparatively കുറച്ചും കൂടി കൂടുതലാണ്. That is why seawater remains salty. Salinity is the total amount of all the mineral salts dissolved in water. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഓഷ്യൻ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആണ് കേട്ടോ. ഓഷ്യൻസ് ആർ ദി സോഴ്സസ് ഓഫ് പ്രഷ്യസ് റിസോഴ്സസ്. ഹൗ ഡു ഓഷ്യൻ ഇൻഫ്ലുവൻസ് അവർ ലീവ്സ്? നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെയാണ് ഓഷ്യൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ലിസ്റ്റ് ആഫ്റ്റർ എക്സാമിങ് ദ പിക്ചർ. അപ്പോൾ ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ്. ഞാൻ പറഞ്ഞു അല്ലേ, നമ്മുടെ ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് അതാണ്. സെക്കൻഡ് പോയിന്റ് അവിടെ തന്നെയുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഡിപ്പെൻഡഡ് ഓൺ ഓഷ്യൻ ഫോർ ദെയർ ലീവ്ലിഹുഡ് സിൻസ് ആൻഷ്യൻ ടൈം. അപ്പോൾ ലീവ്ലിഹുഡ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡഡ് ഓൺ ഓഷ്യൻസ് ഫോർ ദെയർ ലീവ്ലിഹുഡ് എന്ന് അടുത്ത പോയിന്റ് കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് പറയാം, ആക്ട് ആസ് എ റിസോഴ്സ്. ഒരു റിസോഴ്സായിട്ട് ആക്ട് ചെയ്യുക. കാരണം അതിൽ എന്തുണ്ട്? സീ ഫുഡ് ഉണ്ട്, ഓഷ്യൻസ്, വേറെ റിസോഴ്സ് വെല്ല്, ഇതെല്ലാം തരുന്നുണ്ട്. പിന്നെ മെരിടൈം ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ അടുത്ത പോയിൻ്റായിട്ട് ഹെൽപ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് കൊടുക്കുക കേട്ടോ. പിന്നെ ഇറ്റ് ആൾസോ പ്ലേസ് ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ഗ്ലോബൽ വാർമിംഗ്. അടുത്ത പോയിൻ്റായിട്ട് ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ഓക്സിജൻ. കോസ്റ്റസ് ആർ ആൾസോ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ പോയിന്റ്സ് ഒക്കെ ഈ ഒരു അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അടുത്തത് ഓഷ്യൻ പൊല്യൂഷൻ ആണ്. അപ്പോൾ കണ്ടോ, കുറച്ച് പിക്ചറൊക്കെ കാണുമ്പോൾ നമ്മൾ ഓഷ്യൻ നമ്മൾ തന്നെയാണല്ലേ അത് പൊല്യൂഷൻ ആക്കുന്നത്. ഹാവൻ യു എക്സാമിൻ ദ പിക്ചർ? ആർ ദീസ് സൈറ്റ്സ് ഫെമിലിയർ ടു യു? ഓഷ്യൻസ് ഫേസ് സെവറൽ ചലഞ്ചസ്. പൊല്യൂഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ. ഡംപിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആർ എ ത്രെറ്റ് ടു ദ മറൈൻ എക്കോസിസ്റ്റം. നമ്മൾ ഈ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നതാണ് അവിടെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം. നോട്ട് ഓൺലി ഓഷ്യൻസ് ബട്ട് ആൾസോ ഫ്രഷ് വാട്ടർ സോഴ്സസ് ലൈക്ക് റിവേഴ്സ്, ലേക്ക് എക്സെട്ര ആർ എഫക്റ്റ് ബൈ പൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഓഷ്യൻ മാത്രമല്ല, അതുപോലെ ഈ ഫ്രഷ് വാട്ടർ സോഴ്സ് ആയിട്ടുള്ള റിവേഴ്സും ലേക്കിലും ഒക്കെ നമ്മൾ ഈ ഒരു കാര്യം വേസ്റ്റസ് ഡംപ് ചെയ്യുമ്പോൾ അത് എന്താവാണ്? പൊല്യൂട്ടഡ് ആവാണ് കേട്ടോ. വേസ് ടു കൺസേർവ് ഓഷ്യൻ. ഓഷ്യൻ കൺസേർവ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? പ്രിവെൻറ്റ് പ്ലാസ്റ്റിക്, കെമിക്കൽസ് എക്സെട്ര ഫ്രം റീച്ചിങ് ദ ഓഷ്യൻ. ഈ പ്ലാസ്റ്റിക്കും കെമിക്കൽസും ഒന്നും ഓഷ്യനിൽ എത്തിക്കാണ്ട് നോക്കുക. കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. പിന്നെ കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക? പൊല്യൂഷൻ ഇല്ലാണ്ട് വരുത്തുക. ക്രിയേറ്റ് അവെയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് ഓഷ്യൻ. നമുക്ക് നല്ലൊരു അവെയർനെസ് ക്ലാസ് കൊടുക്കുക. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിങ്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ
എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ട് പലതും യൂസ് ചെയ്തിട്ട് ഫിഷ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യുക. പ്രിസർവ് ദ മെറൈൻ എക്കോസിസ്റ്റം, ആ ഒരു എക്കോസിസ്റ്റത്തിനെ കീപ്പ് ചെയ്യുക. പ്രിപ്പയർ തീം സോങ്സ് റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ, ഒരു സോങ് ഉണ്ടാക്കാനാണ്. വി ഹാവ് ലേൺഡ് അബൌട്ട് ഓഷ്യൻസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസർവ് ദ മെറൈൻ എക്കോസിസ്റ്റം വിച്ച് ഈസ് ഹോം ടു എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് റേഞ്ചിങ് ഫ്രം മൈക്രോ ഓർഗാനിസം or to the blue whale. Misuse of water and its pollution is a threat to the existence of life on the earth. നമ്മൾ ഈ ഒരു പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ ഓഷ്യൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് മാത്രമല്ല അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അവരില്ലാണ്ടായാൽ നമുക്കും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലെറ്റ് എർത്ത് കണ്ടിന്യൂ ആസ് വാട്ടറി പ്ലാനറ്റ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതാക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പാടാണ് മെയിനായിട്ട്. ഇപ്പം ഞാനൊരു ബോക്സ് പറഞ്ഞപ്പോൾ അതിലിപ്പോൾ ഐലൻഡ് ഞാൻ എടുത്ത് പറയാം. ഈ ഒരു ഭാഗം ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പാർട്ട് 1 പസഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഇന്ത്യൻ ഓഷ്യൻ്റെയും ഡീപ്പസ്റ്റ് പോയിൻറ്റും മേജർ ഐലൻഡ്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് അതുകൊണ്ടാണ് ഞാൻ ഓരോ ലൈനും അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓർഡറും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പസഫിക് ഓഷ്യൻ ഫസ്റ്റ്, അറ്റ്ലാന്റിക് ഓഷ്യൻ സെക്കൻഡ്, ഇന്ത്യൻ ഓഷ്യൻ തേർഡ്, ഫോർത്ത് സദേൺ ഓഷ്യൻ, ഫിഫ്ത്ത് ആണ് ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ ആ ഓർഡർ ഇപ്പം ഞാൻ പറയുന്നു. മറ്റേതിൻ്റെ രണ്ടിൻ്റെ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ല എന്ന് തോന്നരുത്. അത് പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ തന്നെ ഡീപ്പസ്റ്റ് പോയിൻറ്റും അല്ലാതെ നമ്മളതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സിമ്പിളായിട്ടാണ് എല്ലാ ഓഷ്യൻസും ആ ഓഷ്യനിൽ വരുന്ന മേജർ ഐലൻഡ്സും എല്ലാത്തിൻ്റെയും ഡീപ്പസ്റ്റ് പോയിൻറ്റ്സും പഠിക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. പിന്നെ നമ്മൾ ഹൈ ടൈഡും ലോ ടൈഡും പഠിച്ചു ആ ഒരു ഭാഗം. പിന്നെ ഫസ്റ്റ് വന്നിട്ടുള്ള വാട്ടർ സൈക്കിൾ, പിന്നെ അതുപോലെ തന്നെ ഓഷ്യൻ കറൻസ്, ഓഷ്യൻ മൂവ്മെൻറ്റ്സ്, ഈ ഒരു ഫ്ലോ ചാർട്ട്, പിന്നെ ഈ പൊല്യൂഷന് കാരണമാക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.